ഇവിടെ രണ്ട് കൂട്ടരെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യമാക്കുന്നത്. അതിലൊന്ന് മക്കൾ വലുതായിക്കൊണ്ടേയിരിക്കുന്നു എന്ന സന്ദേശമാണ്. രണ്ടാമത്തത് അവരോടൊപ്പം നമുക്കും വളരാം എന്ന സന്തോഷമാണ്. ആ സന്ദേശവും ആ സന്തോഷവുമാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമുക്ക് രക്ഷിതാക്കളായ നമുക്ക് തോന്നും, എന്നെ ഇപ്പോൾ ഇവിടെ വിട്ടു തന്ന എൻ്റെ മോനാണ്. അപ്പോൾ മക്കളുടെ കാര്യത്തിൽ നമുക്ക് വല്ലാത്ത ആവലാതിയും വേവലാതിയും അതോടൊപ്പം വലിയ ശുഷ്കാന്തിയും ഒക്കെ ഉണ്ടാവും. അപ്പം മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അവർ ഒരുപാട് വളരണമെന്ന്. ആ വളർച്ച അവർക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ എവിടെയോ നമുക്ക് ചില ആശങ്കകൾ ബാക്കിയുണ്ട് താനും. ആശങ്കകളാണ് നമ്മളെ വല്ലാണ്ട് ആവലാതിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇങ്ങനൊരു ടോപ്പിക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് കുടുംബം കൂടുമ്പോൾ, ഇത് പാറമ്മൽ കുടുംബം അല്ലെങ്കിൽ കായൽമഠത്തിൽ കുടുംബം, എൻ്റെ കുടുംബം കായൽമഠത്തിലാണ്, അതിൻ്റെ വലിയ വലിയ പ്രതാപങ്ങളും പ്രമാണങ്ങളും പറയാനല്ല നമ്മൾ കൂടുന്നത്. നമ്മുടെ നാൾവഴികൾ, നമ്മുടെ കൈവരികൾ, നമ്മുടെ കുടുംബപരമായിട്ടുള്ള രീതികൾ ഒക്കെ നമ്മൾ അറിയണം. അതറിയൽ നിർബന്ധമാണ്. കാരണം സഹാബാക്കൾ ഏറ്റവും കൂടുതൽ വംശപരമ്പര ശാസ്ത്രം അറിഞ്ഞിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വരെ ചില സഹാബാക്കളെ കുടുംബങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നു ബന്ധമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു പറഞ്ഞു കൊടുത്തിരുന്നത്. അത്രമാത്രം വംശപരമ്പരാ ശാസ്ത്രത്തിൽ വലിയ നിപുണനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ഒരു സഹാബിയെ കാണുമ്പോൾ ഇതാരുടെ മകനാണ്, ഏത് ഗോത്രത്തിലാണ്, അവിടെ ഗോത്രങ്ങളാണ്, കബീല എന്നാണ് അതിന് പറയുക. കബീല ഇന്ന് കൂടുതലുള്ളത് അറബ് നാട്ടിലുണ്ടെങ്കിലും പ്രത്യക്ഷമായ രീതിയിൽ കൂടുതലുള്ളത് ആഫ്രിക്കൻ നാടുകളിലാണ്. അവിടെ ഹൗസ, യുറുബ, ഇബു, ഫുലാനി എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്തമായ ഗോത്രങ്ങളുണ്ട്. ഇപ്പോഴും 200-ലേറെ ഗോത്രങ്ങളാൽ നിബിഡമായ ഒരു ഉപഭൂഖണ്ഡമാണ് അല്ലെങ്കിൽ ഭൂഖണ്ഡമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്രിക്ക എന്ന് പറയുന്നത്. ഇതേപോലെ ഈ കബീലകളായിക്കൊണ്ട് ആദ്യമ കാലഘട്ടത്തിൽ തുടങ്ങുകയും പിന്നീട് അത് കുടുംബമായി പരിവർത്തിക്കുകയും ചെയ്തിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട്. കബീല എന്ന് പറഞ്ഞ ഗോത്രങ്ങളാണ്, ശുഅബ എന്ന് പറഞ്ഞാൽ തറവാടുകളാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ശുഅബൻ വ ഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു പറയാനുള്ള കാരണം, മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ്. ഒരു കുടുംബ സംഗമത്തിന് ഞാൻ പോയപ്പോൾ അവിടെ ആദ്യം ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് ആ കുടുംബക്കാരനാണ്. അത് കഴിഞ്ഞ് സ്വാഗതം പറഞ്ഞത്, ആദ്യക്ഷ്യം പറഞ്ഞതൊക്കെ ആ കുടുംബക്കാരനാണ്. അപ്പൊ അവര് പറഞ്ഞ് ഒരു സഹാബിയുടെ പിൻഗാമികളാണ് ഞങ്ങളെന്ന് പറയുകയുണ്ടായി. എല്ലാവരും പ്രസംഗിക്കുന്നവരൊക്കെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഈ സഹാബിയുടെ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ്. അവർ സയ്യിദന്മാരൊന്നും അല്ല, സാധാരണ കുടുംബം തന്നെയാണ്, പക്ഷെ അവിടെ നിന്ന് വന്നവരാണെന്ന് പറയാം. അപ്പം ഞാൻ അവരോട് എൻ്റെ പ്രസംഗം ഇതേപോലെ ഒരു മുഖ്യ സംസാരമായതുകൊണ്ട് അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങളെല്ലാവരും സഹാബാക്കളെ മക്കളാണ് എന്നതിൽ വലിയ സന്തോഷമുണ്ട്, പക്ഷേ ഞാനൊരു നബിയുടെ മകനാണ്. അപ്പോൾ സദസ്സെങ്ങനെ അന്തം വിട്ടിരിക്കുക, ഏത് നബിൻ്റെ മോനാണെന്നത്. ആദം നബി എന്ന് പറയുന്നൊരു നബി കഴിഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാണ് അല്ലെങ്കിൽ പേരക്കുട്ടിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇരിക്കുന്ന എല്ലാവരും ഒരു നബിയുടെ മക്കളും പേരക്കിടങ്ങളുമാണ്, വ്യത്യസ്ത ഗോത്രമായാലും വ്യത്യസ്ത കുടുംബമായാലും. പക്ഷേ ഇടയ്ക്ക് വെച്ച് നമ്മളെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ശുഅബൻ വ ഖബായില ലിതഅറഫു. ശുഅബ എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രമല്ല, അതൊരു കുടുംബമാണ്. കുടുംബത്തിനെയാണ് ശുഅബ എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ഭാഗം കുടുംബം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. കബീല എന്നതിന്റെ ജംആണ്. കബീല, ഖബായില എന്നാണ് പറയുന്നത്. കബീല എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രം, ഖബായിൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഗോത്രങ്ങൾ. അപ്പൊ ശുഅബൻ, ശുഅബയുടെ ജംആണ് ശുഅബൻ. ശുഅബൻ വ ഖബായില എന്ന് വെച്ചാൽ നിങ്ങളെ തറവാട്ടുകാരും ഗോത്രക്കാരുമാക്കിയത് ലിതഅറഫു, തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്, പരസ്പരം തിരിച്ചറിയാൻ. ഉദാഹരണത്തിന് ഇന്ന വീട്ടിലെ ഇന്ന ആള് എന്ന് പറയുമ്പോൾ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഇപ്പൊ ഹമീദ് പാറമ്മല ഇന്ന ആളുടെ ഇന്ന മകൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഇന്നാള് മജീദ്, അദ്ദേഹം പാറമ്മല ഇന്ന കുടുംബത്തിലെ ഇന്നാളുടെ പേരമകൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാനാണ്. ലിതഅറഫു, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വെക്കുന്നത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, തീർച്ചയായും നിങ്ങളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ, ഏറ്റവും ഉന്നതർ, അള്ളാഹുവിങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഉയരത്തിൽ നിൽക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ തഖ്വയുള്ളവർ മാത്രമാണ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ തഖ്വയിൽ അധിഷ്ഠിതമായി സൂക്ഷ്മമായി ജീവിക്കുന്നവരാരോ അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉയർന്നവർ. ഇത് സാധാരണ കുടുംബ സംഗമങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുടുംബത്തിന്റെ മഹിതമായ പാരമ്പര്യം നമ്മൾ പറയുമ്പോൾ തന്നെ ആ മഹത്വം ഏറ്റവും കൂടുതലാകുന്നത് നമ്മൾ തഖ്വയുള്ള ജീവിതം കൊണ്ട് നടക്കുമ്പോൾ മാത്രമാണ്. ഏകഛത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയും സർവധീശത്വത്തിന്റെയും ഉടമസ്ഥനുമായ അള്ളാഹുവിലേക്ക് നമ്മൾ എത്രത്തോളം അടുക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് അള്ളാഹു നമുക്ക് സ്ഥാനങ്ങൾ തരുക എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഏത് ഫാമിലി ആയാലും അള്ളാഹുവിലേക്ക് എത്രമാത്രം അടുത്തു എന്ന്. അപ്പൊ നമ്മുടെ മക്കൾ, ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നു, നമ്മുടെ മക്കൾ ഒരുപാട് ഉയരങ്ങളിലെത്താനാണ് നമ്മുടെ മോഹം. ഇവിടെ ധാരാളം സ്ത്രീകൾ ഇരിക്കുന്നു, പ്രിയപ്പെട്ട ഉമ്മമാർ, പെങ്ങന്മാർ. ഈ ഓരോ ആളുകളും ഒക്കത്താണ് സാധാരണ കുട്ടികളെ വെക്കാറുള്ളത്. ഞാനൊരു ഫിലോസഫിക്കൽ ഇന്റർപ്രിട്ടേഷൻ നടത്തുകയാണ്. ഒക്കത്താണ് ഇരുത്തുക. അതിന്റെ അർത്ഥം സെയിമാണ്. മോനെ ഞാനും നീയും സെയിമാണ്, മോളെ ഞാനും നീയും ഒന്നാണ്. ഞാൻ കാണുന്നതെല്ലാം നീ കാണു, ഞാൻ കേൾക്കുന്നതെല്ലാം നീ കേൾക്ക്, ഞാൻ കഴിക്കുന്നതെല്ലാം നീ കഴിക്കുക എന്ന ഒരു ഒരുമയുടെ ഒക്കത്തു വെക്കലാണ് ശരിക്കും അത്. എന്നാൽ പിതാക്കന്മാരെ ഞാൻ പൊന്തിച്ചു വെക്കുകയല്ല, ഞങ്ങൾ പിതാക്കന്മാർ, ഞാൻ രണ്ടുപേരെയും രണ്ടാക്കുകയല്ല. മിക്കവാറും കുട്ടികളെ വെക്കാറുള്ളത് രണ്ട് കാലും ഇങ്ങനെ വെച്ച് തോളത്ത് വെച്ചിട്ട് കൈകൾ ഇങ്ങനെ പൊക്കിപ്പിടിച്ചിട്ടാണ് നടക്കാറുള്ളത്. ഓമന കുട്ടികളെ നമ്മൾ അങ്ങനെ കൊണ്ടു നടക്കാറുണ്ട്. അതിന്റെ അർത്ഥം മോനെ നീ ഞാൻ വളർന്നതിനേക്കാളും നീ വളര്, ഞാൻ കണ്ടതിനേക്കാളും നീ കാണും, ഞാൻ ഉയർന്നതിനേക്കാളും നീ ഉയര് എന്നതാണ്. അത് മോളായാലും ശരി മോയനായാലും ശരി, അതതിൻ്റെ ഒരു ഫിലോസഫിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായി നമ്മൾ ഉയരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു അനുഭവം പറയാം. എൻ്റെ പിതാവ്, നേരത്തെ പറഞ്ഞ ഹുസൈൻ ഹാജിയുടെ സുഹൃത്ത്, മമ്മുവാക്ക എന്ന് പറയും, ബോംബെ മമ്മു എന്ന പണ്ട് അറിയപ്പെടുക. അദ്ദേഹം ഗൾഫ് നാട്ടിൽ എല്ലാ പ്രവാസവും കഴിഞ്ഞ് നാട്ടിലെത്തി. വല്ലപ്പോഴൊക്കെയല്ലേ ഈ പ്രവാസികൾ അന്നൊക്കെ വന്നു പോവുക. പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നു. അന്നൊരു വലിയ പരിപാടി നടക്കാൻ നാട്ടിൽ. ഇതേപോലെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കാം. അപ്പൊ മുഖ്യ പ്രഭാഷകനായി സംസാരിക്കുമ്പോൾ ഉപ്പ വന്നിട്ട് ബാക്കിൽ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ സ്റ്റേജിൽ നിന്ന് കാണുന്നു. അപ്പൊ ഞാൻ സദസ്സിനോട് പറഞ്ഞു, എൻ്റെ ഉപ്പയെ ഒന്ന് ഇങ്ങോട്ട് വിടണം, സ്റ്റേജിലൊന്ന് കയറ്റിയിരുത്തണം, കാരണം ഉപ്പ അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല. അപ്പൊ ഉപ്പ ഇങ്ങനെ നടന്ന് വന്നിട്ട് ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറുമ്പോൾ അവിടുന്ന് വരുമ്പോ തന്നെ കരഞ്ഞോണ്ടാ വരുന്നത്. അതോരോ പിതാവിൻ്റെയും അവകാശമാണ്, അവരുടെ അധികാരമാണ്. മക്കൾ ഉയർന്നപ്പോൾ, ഞാൻ ഉയർന്നു എന്ന് പറയല്ല, മക്കൾ ഒരുപാട് ഉയർന്നു എന്ന് കാണുമ്പോൾ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രണ്ടുപേരുണ്ട്. അതൊന്ന് മാതാവും ഒന്ന് പിതാവും. ഇവരുടെ പ്രാർത്ഥന എന്നോ നമുക്കുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കും. ഇന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ മാതാപിതാക്കളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പോലും പഠിക്കുന്നില്ല. സ്കൂൾ പഠനം അധികരിച്ചത് ഒരു സ്കൂളിന്റെ മുറ്റത്താണ്. ഇവിടെ പ്രിയപ്പെട്ട മജീദ് സാറൊക്കെ ഒരുപാട് മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആലിയ നല്ല അതിന്റെ പേരെന്നെ ആലിയ എന്ന്. ആലിയ എന്ന് പറഞ്ഞാൽ ഉയർന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ആലിയ എന്ന വാക്കിന്റെ അർത്ഥം അത്യുന്നതമായ, ഉയർന്നത് എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ സംസ്കാരങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് പഠിപ്പിക്കാത്ത സ്കൂളുകളുമുണ്ട്. സ്കൂളിൽ നമ്മൾ പോയാൽ പഠിക്കുന്നത് ഏതാ? ഒന്ന് ബയോളജിയാണ്. ബയോളജിയുടെ ബോട്ടണിയും അനാട്ടമിയും ഒക്കെ ഉണ്ടത് പിന്നീട് നമ്മൾ പഠിക്കുക. ബയോളജി കോമൺ ആയിട്ട് പഠിക്കും. ആ ബയോളജിയിൽ ജീവശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പഠിക്കുന്നു എന്നതല്ലാതെ എങ്ങനെയാണ് മാതാപിതാക്കളെ ആദരിക്കേണ്ടത് എന്ന്, മാതാപിതാക്കളോട് എങ്ങനെയാണ് ബഹുമാനം പുലർത്തേണ്ടത് എന്ന് ഒരൊറ്റ ചാപ്റ്റർ പോലും ബയോളജിയിൽ നമ്മൾ പഠിക്കുകയില്ല. കെമിസ്ട്രിയിൽ ഒരു നിശ്ചിത ഇന്ധനം വായുവിൽ കത്തുന്നതിന്റെ ഫലമായി എന്ത് സംഭവിക്കുന്നു എന്നതുപോലെയുള്ള പഠനങ്ങൾ പഠിക്കുക എന്നതല്ലാതെ മാതാപിതാക്കളെ എങ്ങനെയാണ് നമ്മൾ മാനിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത് എന്ന് സ്കൂളിന്റെ ഒരു സബ്ജക്റ്റിലും നമ്മൾ പഠിക്കുന്നില്ല. ഒരു സബ്ജക്റ്റിലും പഠിക്കുന്നില്ല. ഇംഗ്ലീഷിലേക്ക് പോയാൽ ഇംഗ്ലീഷിൽ കൂടുതലും സാഹിത്യങ്ങളാണ് പഠിക്കുന്നത്, ഗ്രാമറുകളാണ് പഠിക്കുന്നത്. അതിൽ ട്രാജഡിയും കോമഡിയും, കോമിക് ട്രാജഡിയും ട്രാജിക് കോമഡിയുമാണ് കൂടുതൽ നമ്മൾ പഠിക്കുക. ആരുടേതായാലും പോയമും അതേപോലെ തന്നെ തീസിസും ഒക്കെയായി, തിയറിയും ഒക്കെയായി ഒരുപാട് പഠിക്കും. അങ്ങനെ നമ്മൾ ആരെ പഠിച്ചാലും, ഷേക്സ്പിയർ ആകട്ടെ, വില്യം വേർഡ്സ്വർത്ത് ആകട്ടെ, കീറ്റ്സ് ആകട്ടെ, ഷെല്ലി ആകട്ടെ, ഗഥയാകട്ടെ, അതിന്റെ അപ്പുറത്തേക്ക് ദസ്തയേവ്സ്കി ആകട്ടെ, ഖലീൽ ജിബ്രാൻ ആകട്ടെ, ആരെ നമ്മൾ പഠിച്ചാലും മാതാപിതാക്കളോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിത ശൈലികൾ കുറച്ച് കുറവാണ്. എന്നാൽ മാർക്ക് ആന്റണിയെ നമ്മളെ പഠിപ്പിക്കും. മാർക്ക് ആന്റണി ധീരനായ ഒരു ചെറുപ്പക്കാരനായി അവിടുത്തെ ഭരണാധികാരിക്ക് വേണ്ടി പ്രസംഗം നടത്തി. ദ മാർക്ക് ആന്റണി സ്പീച്ച് എന്ന് പറയുന്ന പ്രസംഗം നടത്തി പ്രഭാവത്തിലേക്ക് കയറിയ മാർക്ക് ആന്റണിയെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ അതേ മാർക്ക് ആന്റണി പിന്നീട് വരുന്ന കഥയിൽ, അവിടെ ഞാൻ പോയിട്ടുണ്ട്, ഈജിപ്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭരണാധികാരി കൂടിയായിരുന്ന പെണ്ണായിട്ടുള്ള ക്ലിയോപാട്ര. ആ ക്ലിയോപാട്ര എന്ന് പറയുന്ന പെൺകുട്ടിയെ പ്രണയിച്ച് അവസാനം ആത്മഹത്യ ചെയ്യുന്ന അതേ മാർക്ക് ആന്റണിയെ
രണ്ടാമത്തെ കഥയിൽ നമ്മൾ പഠിക്കുകയും ചെയ്യും. ക്ലിയോപാട്ര എന്ന സുന്ദരിയുടെ പിന്നാലെ പോകുന്ന മാർക്ക് ആന്റണിയാണ് രണ്ടാമത്തെ നോവലിൽ നമ്മൾ പഠിക്കുക. ആദ്യത്തെ നോവലിൽ അദ്ദേഹം ഇതിഹാസ പുരുഷനായ ഒരു പ്രഭാഷകൻ ആണെങ്കിൽ പോലും ഇങ്ങനെ കുട്ടികൾക്കിടയിൽ കുറെ ഡിലമകളും കുറെ ആംബിക്വിറ്റീസും കുറെ ദ്വയാർത്ഥങ്ങളും പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ലിറ്ററേച്ചറിലും മാതാവിനെയും പിതാവിനെയും ആദരിക്കേണ്ടുന്ന ചാപ്റ്ററുകൾ കുറവാണ്. എങ്ങനെ കാമുകനോട് പെരുമാറണമെന്ന് റെയ്നയിലൂടെ നമ്മളെ പഠിപ്പിക്കും. എങ്ങനെയാണ് തന്റെ ഭാര്യ ചതിച്ചു പോയാൽ സ്വന്തം ആത്മഹത്യ ചെയ്യേണ്ടത് എന്ന് വാള് കൊളുത്തിയിട്ട് വയറ്റിലേക്ക് ആഞ്ഞു കുത്തിയിട്ട് ഈ ലോകത്തോട് വിട പറയുന്ന ഒഥല്ലോ എന്ന നാടകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കും. എങ്ങനെയാണ് ഒരു കാമുകനെ കാത്തിരിക്കേണ്ടത് എന്ന് ക്ലിയോപാട്രയിലൂടെ നമ്മളെ പഠിപ്പിക്കും. കാമുകൻ എങ്ങനെയാണ് ഒളിച്ചവിടെ എത്തേണ്ടത് എന്ന് മാർക്ക് ആന്റണിയിലൂടെ നമ്മളെ പഠിപ്പിക്കും. ഇതൊക്കെ കണ്ട് അവസാനം കുട്ടികൾക്ക് ഇത് മാത്രമായുള്ള ലോകം നമ്മൾ സ്കൂളിലൂടെ പഠിപ്പിക്കുമ്പോൾ എന്താണ് മാതാവ്, എന്താണ് പിതാവ് എന്നുള്ള കാര്യം അത്രമാത്രം പഠിപ്പിക്കപ്പെടാറില്ല. എല്ലാറ്റിലേക്ക് പോയാലും ഇങ്ങനെ തന്നെ. അതുകൊണ്ടാണ് മൂല്യവത്തായ ജീവിതത്തിൽ ഞാൻ ഓർത്തു പോകുന്നത്, നമ്മുടെ ഈ കേരളക്കരയിൽ മാതാവിനെയും പിതാവിനെയും അല്ലെങ്കിൽ മാതാപിതാക്കൾപ്പെട്ട ഒരാളെ കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിലേക്ക് തള്ളിയ അതേ ദിവസം തന്നെയാണ് അറബ് നാട്ടിൽ നിന്നൊരു വാർത്ത വന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, മാധ്യമം എന്ന പത്രത്തിൽ, ഞാനൊരു പത്രത്തെ പ്രൊമോട്ട് ചെയ്യല്ല, ഈ രണ്ട് വാർത്തകളും ഒറ്റ പേജിലാണ് കൊടുത്തത്. അതൊരു പക്ഷേ ക്ലവർലി കൊടുത്തതാകാം. കേരളത്തിൽ ഒരു വിശ്വാസി പോയിട്ട്, വിശ്വാസി എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളല്ല, ഞാൻ വ്യക്തികളെ പറയുന്നില്ല, മതം പറയുന്നില്ല, അവര് പോയിട്ട് സ്വന്തം അമ്മയെ കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിലേക്ക് തള്ളി ആ പാവം മാതാവ് ഇരുന്ന് കരയുന്ന രംഗം ഒരു ഭാഗത്ത് കൊടുത്തപ്പോ അതിന്റെ അടിയിലെ ഫോട്ടോ കൊടുത്തത് അറബ് നാട്ടിൽ ഉമ്മയെ കിട്ടാൻ വേണ്ടി കോടതിയിൽ കേസ് കൊടുത്തിട്ട് ജ്യേഷ്ഠനും അനിയനും ഉമ്മനെ എനിക്ക് വേണം, ഉമ്മയെ എനിക്ക് വേണം, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് അനിയന് വിധിയാവുകയും ജ്യേഷ്ഠൻ ഉമ്മയെ എന്നും കിട്ടാത്തതുകൊണ്ട്, ഇടക്കൊക്കെ ഉമ്മ വരാറുണ്ട്, എന്നും വീട്ടിലേക്ക് കിട്ടാത്തതിന്റെ പേരിൽ ഈ ജ്യേഷ്ഠനായ സഹോദരൻ കോടതിയിൽ വെച്ച് കരയുന്ന രംഗവും വാർത്തയുമാണ് അതിന്റെ താഴെ കൊടുത്തത്. ഇതാണ് തമ്മിലുള്ള കൾച്ചറിന്റെ വ്യത്യാസം. നമ്മളെ കുട്ടികൾ ഭൗതികപരമായി മാത്രം പഠിച്ച് ആരാണ് മാതാവ് എന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ ഇപ്പൊ പറയുന്നത് എന്നെ പോലെയുള്ള ഉമ്മമാരുള്ള മക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, അള്ളാഹു അവർക്ക് വലിയ വിശാലത കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ മാതാപിതാക്കളെ എങ്ങനെ ആദരിക്കണമെന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നു പോവാണ്. നമ്മളറിയോ, ഞാൻ കുട്ടികളോടാ പറഞ്ഞത്, നമ്മളറിയോ നമ്മൾ ചങ്ക് പ്രോ ആകുന്നത് എന്നാണ്. ഇപ്പൊ നിങ്ങൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ PGക്കൊക്കെ പഠിക്കാതിരിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് +1 +2 പഠിക്കാതിരിക്കാം. നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ ചങ്ക് ബ്രോ എന്ന് പറയുന്ന ആള് നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയത് നിങ്ങൾക്ക് 15 വയസ്സായപ്പോഴാണ്. പിന്നെ നിങ്ങൾ ചില ക്വാളിറ്റീസ് കണ്ടിട്ടാണ്. ഒന്നുകിൽ ആളുകളെ ഇഷ്ടപ്പെടാനുള്ള ഒരു ക്വാളിറ്റി തമാശക്കാരനാകുമ്പോഴാണ്. നല്ലോണം തമാശ പറയുമ്പോൾ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. ചില ആളുകളുടെ ഫേഷ്യൽ എക്സ്പ്രഷനും അവരുടെ നിഷ്കളങ്കതയും അവന്റെ പ്രസന്റേഷനും കാണുമ്പോൾ ആളുകൾക്ക് ഇഷ്ടം തോന്നാറുണ്ട്. ചില ആളുകളുടെ ഭയങ്കര ആകാരപുഷ്ടിയുള്ള പിന്നെ നല്ല ഒരു ഹീറോയിസം കാണുമ്പോൾ അപ്പോഴും ചിലപ്പോൾ ഇഷ്ടം തോന്നാറുണ്ട്. ചില ആളുകളുടെ പ്രതിപാദനത്വം കൊണ്ട്, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് പ്രതിപാദനത്വം കൊണ്ടാണ്. ഒരാൾ വലിയ പ്രതിഭയാകുമ്പോൾ അത് സിംഗറാകാം, ചിലപ്പോൾ ഡാൻസറാകാം, ഫുട്ബോളറാകാം, ക്രിക്കറ്ററാകാം, അതിൻ്റെ അപ്പുറത്തേക്ക് എന്തുമൊക്കെ ആകാം. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രതിഭയെ ആളുകൾ സ്നേഹിക്കാറുണ്ട് പല രീതിയിൽ. അത് ചിലപ്പോൾ നല്ലതാകാം, ചീത്തയാകാം. എന്നാൽ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളതിന്റെ പേരിൽ മാത്രം നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയവന്റെ പേരാണ് നമ്മുടെ ചങ്ക് ബ്രോ. ഒന്നുകിൽ നമ്മൾ വെളുത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ നമുക്ക് നല്ല സ്വഭാവമുള്ളതിന്റെ പേരിൽ, അല്ലെങ്കിൽ നമുക്ക് സമ്പത്തുള്ളതിന്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മൾ തമാശക്കാരനായതിന്റെ പേരിൽ, അല്ലെങ്കിൽ അവനോട് സിംഗൊക്കുന്ന ഒരു സുഹൃത്തായതിന്റെ പേരിലൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. പക്ഷേ നമ്മുടെ സ്വന്തം മാതാവ് എന്ന് മുതലാ തുടങ്ങിയതെന്നറിയോ? വയറ്റത്ത് കുഞ്ഞ് ജന്മമെടുക്കുന്നു എന്ന് ആദ്യത്തെ മാസം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ദിവസങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ആദ്യത്തെ മാസം മുതലേ വയറ്റത്ത് ഇങ്ങനെ ഒഴിയാൻ തുടങ്ങും സ്വന്തം മാതാവ്. എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട്, എന്റെ കുഞ്ഞ്. നമുക്ക് കാല് വെളുത്തതാണോ കറുത്തതാണോ എന്നറിയില്ല ആ ഉമ്മക്ക്. നമ്മൾ വെളുത്ത കുട്ടിയാണോ കറുത്ത കുട്ടിയാണോ എന്നറിയില്ല ഉമ്മക്ക്. നമ്മൾ ഓട്ടിസം ബാധിച്ച കുട്ടിയാണോ എന്നറിയില്ല ഉമ്മക്ക്. നമ്മൾ ഭ്രാന്തമായ അവസ്ഥയിൽ ജീവിക്കുമോ ജനിക്കുമോ എന്നറിയില്ല ഉമ്മക്ക്. ചിലപ്പോൾ ജനിക്കുമ്പോ പോലും വൈകല്യത്തോടു കൂടി ജനിക്കുന്ന കുട്ടിയാകാം ഒരു പക്ഷേ അത്. എന്നാലും എന്റെ മോൻ എന്ന് പറഞ്ഞിട്ട് വയറ്റത്ത് ഉന്തിയ ഓമനിച്ചുകൊണ്ട് വെച്ച അന്ന് മുതൽ സ്നേഹിക്കാൻ തുടങ്ങിയതാണ്.
സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. നിങ്ങളെന്ന മോനെ, നിങ്ങളെന്ന മോളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാറില്ല. നിങ്ങൾ ഇന്നിവിടെ ആദരിക്കുന്ന പ്രായം ചെന്ന ആളുകളുണ്ടല്ലോ, ആ പ്രായം ചെന്ന ആളുകൾ ഇന്ന് നിങ്ങളെ നോക്കി സന്തോഷത്തോടെ കണ്ണുനീർ പൊഴിക്കും. ചില സമയങ്ങളിൽ മനസ്സ് നിറയുന്നുണ്ട് അവർക്ക് നിങ്ങളെ മുഴുവൻ കണ്ടതിന്റെ പേരിൽ. പാവം ഉമ്മാമ്മമാരെവിടെ കൂടുതൽ നിങ്ങൾ ഇരുത്തിയിട്ടുണ്ടാകും. ആ ഉമ്മാമ്മമാർ അപ്പുറത്ത് റൂമിലുണ്ടാവും. മോളെ ഒരു ഗ്ലാസ് വെള്ളം എടുത്താന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ പ്രൊജക്റ്റും അസൈൻമെന്റും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെയായി ഉമ്മാമ്മയുടെ വിളി കേൾക്കാതെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവും. ഇത് സ്വാഭാവികമായും ഇന്നത്തെ തലമുറയിലെ കുട്ടികളുടെ ഒരു അവസ്ഥയാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ഉമ്മാമ്മാന്റെ വിളിക്ക് ചിലപ്പോ മോളുടെ മോളെ കാണാൻ ഈ ഉമ്മാമ്മക്ക് ആഗ്രഹം ഉണ്ടാവും. മോളെ കെട്ടിച്ചയച്ചതാണ്, അവിടുത്തെ മക്കൾ എന്നും വരാറില്ല. അപ്പൊ വെറുതെ ഇങ്ങനെ വിളിച്ചു പറയും, ഈയേ ഒന്ന് നൗഫിനോടൊന്ന് വരാൻ പറ. നൗഫലാന്നോ നൗഫിലാന്നോ ഒക്കെ ആയിരിക്കും അവളുടെ പേര്. നൗഫിനോടൊന്ന് വരാൻ പറയും, ഞാൻ ഓളെ കണ്ടിട്ട് കുറെ ദിവസമായി എന്ന് പറയുമ്പോ ഉമ്മ പോയിട്ട് പറയാണ്, എന്നെ മാമ വിളിക്കണ്ട്, ചെന്ന് പോയോക്ക്. എനിക്ക് അയ്യപ്പം മാമാന്റെ അടുത്തേക്ക് പോവാൻ. കാരണം ഉമ്മാമ്മ പഴഞ്ചനാണ്. ഞാൻ പാറമ്മൽ കുടുംബത്തിൽ അത് ഉണ്ട് എന്നല്ലേ ഈ പറയുന്നു. പക്ഷേ നമ്മൾ കുറച്ചു നാൾ അപ്പുറത്തേക്ക് കടന്നു പോകണം. നമ്മുടെ ഉമ്മയെ ലേബർ റൂമിന്റെ അകത്താക്കി. ഈ ലേബർ റൂമിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ? പ്രസവിച്ചവർക്ക് മാത്രം അറിയാവുന്ന ഒരു വേദനയാണത്. ഇപ്പോ ആധുനിക കാലഘട്ടത്തിൽ ഭാര്യമാരെ പ്രസവിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് അതിന്റെ അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ കൊടുക്കാറുണ്ട് ആശുപത്രികളിൽ. ഈ തലമുറയിലെ ആളുകൾ അതിന്റെ വേദന മനസ്സിലാക്കാറുണ്ട്. പണ്ടത്തെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നിങ്ങൾ ആസ്റ്റർ മിംസിലോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ നമ്മുടെ സ്വന്തം ഭാര്യ പ്രസവിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ വിളിച്ചിട്ട് അതിങ്ങനെ അവിടെ എന്ത് ചെയ്യുന്ന പരിപാലനത്തിന്റെ കൂട്ടത്തിൽ കൂട്ടാറുണ്ട് ഓരോ ആശുപത്രികൾ. കാരണം ഈ വേദന എന്താണെന്ന് അവരറിയണം. ഓരോ ഭർത്താവും അറിയണം ഓരോ പ്രയാസപ്പെടൽ എങ്ങനെയാണ്. ആഹ് എന്ന് വിലപിക്കുമ്പോ തസ്ബീഹ് മാലയും പിടിച്ച് അല്ലെങ്കിൽ പിടിക്കാതെ അപ്പുറത്തെ റൂമില് അല്ലെങ്കിൽ അപ്പുറത്തെ നിങ്ങളുടെ ലേബർ റൂമിന്റെ പുറത്ത് ഒരു പാവം ഉമ്മാമ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എന്റെ മകൾക്കൊന്നും വരുത്തരുത്, എന്റെ മകളെ കുട്ടിക്കൊന്നും വരുത്തരുത് എന്ന്. കിട്ടാവുന്ന യാസീനും കിട്ടാവുന്ന തബാറക്കയും കിട്ടാവുന്ന എല്ലാ സൂറത്തും ഓതി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങളുടെ മാതാവ് ലേബർ റൂമിൽ കിടന്നിട്ട് ആഹ് എന്ന് വിളപ്പിച്ച് കരയുമ്പോ, ആർത്ത് കരയുമ്പോ ഒരു പാവം ഉമ്മാമ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഈ കാണുന്ന തസ്ബീഹ് മാലയുടെ മുത്തുകളേക്കാൾ ഒരുപാട് മുത്തുകൾ കണ്ണിൽ നിന്ന് ഒലിപ്പിച്ചിട്ടാണ് പാവം നിങ്ങളുടെ ജന്മത്തിന് അവർ സാക്ഷ്യമായത്. നിങ്ങളുടെ കരച്ചിൽ കേട്ടപ്പോ ഈ ഉമ്മാമ സന്തോഷിച്ചൊരു സന്തോഷമുണ്ട്, എന്റെ കുട്ടി ജനിച്ചു എന്ന അർത്ഥത്തിൽ. അതേ ഉമ്മാമയാണ് നിങ്ങൾക്ക് 18 വയസ്സാകുമ്പോ, നിങ്ങൾക്ക് 20 വയസ്സാകുമ്പോ ഈ വിളിക്കുന്നത്, ഞാൻ നൗഫി മോളെ കണ്ടിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ട് അവളോടൊന്ന് വരാൻ പറയാന്ന് പറയുമ്പോ എനിക്കാകൂല ഉമ്മാമ്മയുടെ അരികിലേക്ക് പോകാനെന്ന് നിങ്ങൾ പറയുന്നത് ഈ പാവം ഉമ്മാമ്മയോടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ടോ? നമുക്കും വളരാം മക്കളോടൊപ്പം എന്ന് പറയുമ്പോൾ മക്കൾ ഇന്ന് ഒരുപാട് വളരുകയാണ്, മക്കൾ ഇന്ന് ഒരുപാട് ഉയർന്നുയർന്നു പോവുകയാണ്. പഠിത്തത്തിന്റെ കാര്യത്തിൽ അവരവെല്ലാം ആരുമില്ല. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഞാനും ഈ മജീദ് മാഷ് അവരൊക്കെ ഒരു സ്കൂളിൽ തന്നെ ഏകദേശമൊക്കെ പഠിച്ചത്. ചെറുലാൽ സ്കൂളിലായിരിക്കും അവരും പഠിച്ചിട്ടല്ലേ കൽപ്പകഞ്ചേരി സ്കൂളിൽ. ഈ അതേപോലെ തന്നെ ഹമീദ് സാഹിബൊക്കെ കൽപ്പകഞ്ചേരി സ്കൂളിലാണ്. ഞങ്ങൾ ഈ തൊട്ടടുത്ത സ്കൂളുകളിൽ പഠിച്ചവരാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്, ഓരോ സമയത്തും ഉമ്മ വരണം രക്ഷിതാക്കളുടെ മീറ്റിങ്ങിനെന്ന് ഞങ്ങൾ പറയുമായിരുന്നു. കാരണം ഉമ്മയെ വിളിച്ചുകൊണ്ട് പോകൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഉമ്മാക്ക് പേര് പോലും ഒരു പക്ഷെ എഴുതാൻ അറിയില്ലായിരുന്നു. ഞാൻ ഉച്ചസ്ഥരം പറയും, കേമകൾ പകർത്തുന്നു. എന്റെ ഉമ്മാക്ക് നഫീസ എന്ന് പറയുന്ന പേര് പോലും എഴുതാൻ അറിയാത്തൊരു സ്ത്രീയായിരുന്നു. നഫീസ എന്നവരെ പേര് പിന്നീട് സാക്ഷരത വന്നപ്പോഴാണ് നഫീസ എന്ന പേര് വളഞ്ഞും തിരിഞ്ഞൊക്കെ എഴുതാൻ പഠിച്ചത്. കാരണം പണ്ടത്തെ കാലത്ത് ഓത്തുപള്ളിയിൽ മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ ഉമ്മ സ്കൂളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഉപ്പ വരുന്നു എന്ന് പറഞ്ഞാൽ അതിലേറെ സന്തോഷമാണ്. കാരണം വിദേശിക രാജ്യത്ത് ജീവിക്കുന്ന ഉപ്പ സ്കൂളിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇന്നത്തെ കുട്ടികളെ ഞാൻ കുറ്റപ്പെടുത്തല്ല. ഇന്നത്തെ കുട്ടികൾ കൂളായിട്ട് പറയാണ് ഉമ്മമാരോട്, നിങ്ങൾ വരേണ്ട സ്കൂൾക്ക് കാക്ക വന്നാൽ മതിയെന്ന്. കാരണം ഉമ്മയെ കാണാൻ വലിയ ശീലില്ല, ഉമ്മയെ കാണാൻ വലിയ ചൊറുക്കില്ല, ഉമ്മ വന്നാൽ ചിലപ്പോൾ അബദ്ധം പറഞ്ഞു പോകുമോ എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷേ നമ്മൾ അറിയണ്ടേ, നിങ്ങളൊക്കെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ഞാൻ ഏതോ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വലിയ താല്പര്യമുള്ള ഒരു കളിക്കാരനുണ്ട്. ഞാനും അദ്ദേഹത്തിന്റെ കളിയെ ആഘോഷപൂർവ്വം കാണുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ കളിയെ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടാഘോഷിക്കുന്ന ആളല്ലെങ്കിലും ലോകകപ്പൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് കണ്ടിരിക്കുമല്ലോ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കളി നമുക്കും ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിന് ഗർഭമുള്ള സമയത്ത്, അദ്ദേഹത്തിന് ഗർഭം ധരിക്കുന്ന സമയത്ത് മൂത്തത് 2-3 മക്കളുണ്ടായതിന്റെ പേരിൽ അതുകൊണ്ട് വളർത്താൻ പ്രയാസമാകും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ് അമ്മയുള്ളത്.
അതുകൊണ്ട് ഈ മകനെ കൊല്ലണമെന്ന് തീരുമാനിച്ചു, അഥവാ അബോർഷൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അബോർഷൻ ചെയ്യണമെന്ന് തീരുമാനിച്ചെങ്കിലും അമ്മ മനസ്സുണർന്നതിന്റെ പേരിൽ അത് ഒഴിവാക്കി. അബോർഷൻ ചെയ്തില്ല. ആ കുട്ടി പിന്നെ ജന്മമെടുത്തു. ആ കുട്ടി വികൃതിക്കാരനായിരുന്നു. ആ കുട്ടി വളരെ കുസൃതിക്കാരനായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മ തന്നെ കൊല്ലാൻ നോക്കിയതാണ് എന്ന് കൂട്ടുകാരിൽ നിന്ന് അറിയുന്നു. അബോർഷന് വേണ്ടി തീരുമാനിച്ച ആളാണെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ 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 അവസാനം അവൻ 7ാം ക്ലാസ്സിൽ നിന്നാണ്, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്, കസേര ഉയർത്തിയത് സ്വന്തം പഠിപ്പിക്കുന്ന അധ്യാപകനെതിരെ. അത്രമേൽ തനിക്ക് വികാരമുണ്ടാക്കിയ രംഗമായിരുന്നു അത്. തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകന് നേരെ കസേര ഉയർത്തിയ ഒരു ചരിത്രമുണ്ട് ആ പാവം കുട്ടിക്ക്. അഥവാ വിഷമത്തോടെ, സങ്കടത്തോടെ, സ്കൂളിൽ പഠിക്കാത്തവൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നിനും പറ്റാത്തവൻ. അവസാനം അവൻ വളർന്ന് വലുതായി ലോകത്തിന്റെ ഇതിഹാസ കളിതാരമായി അവൻ മാറി. ഇന്നവന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം. അവനെ ഫോളോ ചെയ്യാനാണ് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത്. 7 വയസ്സാകെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ തന്നെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെന്ന് കൂട്ടുകാരിലൂടെ തിരിച്ചറിഞ്ഞ ആ പാവം പയ്യന്റെ കഥ ഇന്ന് നിങ്ങൾക്കറിയോ? ലോകകപ്പിൽ കളിക്കുന്ന സമയത്തും അമ്മയൊന്ന് ഫോൺ വിളിച്ചാൽ ആ സമയത്ത് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് എടുത്തു വരുന്ന കളിക്കാരന്റെ പേരാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇത് റൊണാൾഡോയാണ്. നിങ്ങൾ അങ്ങനെയുള്ള കളിക്കാരിലാണോ നിങ്ങൾക്ക് കൂടുതൽ സ്നേഹമുള്ളത്, ഇഷ്ടമുള്ളത്? അദ്ദേഹത്തെ കണ്ടെങ്കിലും നിങ്ങൾ പഠിക്കൂ. തന്നെ കൊല്ലാൻ നോക്കിയ മാതാവിനെ പോലും അങ്ങനെ സ്നേഹിക്കുന്ന കളിക്കാരന്റെ പേരാണ് റൊണാൾഡോ. പുതിയ കുട്ടികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു പക്ഷേ ഉസ്താദുമാരായ എൻ്റെ സഹോദരന്മാർക്ക് ഇങ്ങനെ പറയുമ്പോൾ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ കുട്ടികൾക്ക് മനസ്സിലാകാനാണ് ഞാൻ ഈ ഭാഷയിൽ പറയുന്നത്. ഈ ഭാഷയിൽ പറയുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉമ്മമാർ ഏറ്റവും വലുതാണ്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ഇവിടെ ഒരുപാട് ബിസിനസ്സുകാരുണ്ടാവും. പാറമ്മൽ കുടുംബത്തിൽ ഒരുപാട് ബിസിനസ്സുകാരാണ്, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരുണ്ട്, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്നറിയപ്പെടുന്നത് സിവിൽ സർവീസാണ്. ആയിരക്കണക്കിന് കുടുംബ സംഗമത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അതിലൊരു 3-4 കുടുംബത്തിൽ മാത്രമാണ് ഒരു പക്ഷെ IAS പ്രതിനിധികളായിട്ടുള്ളത്. ഈ കുടുംബത്തിൽ അതുമുണ്ട് എന്നതാണ് സന്തോഷം. പാറമ്മൽ കുടുംബക്കാരനാണ് സജാദ് എന്ന് പറയുന്ന സുഹൃത്ത്. ഇത്രയും വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ, ഇതൊക്കെ ഉയരങ്ങളിൽ എത്തുമ്പോഴും സ്വന്തം മാതാവിനെ ഓർക്കാതെ പോകുമ്പോ, സ്വന്തം പിതാവിനെ ഓർക്കാതെ പോകുമ്പോ, ഞാൻ പറഞ്ഞത് ആവർത്തിച്ചു പറയല്ല, ആവർത്തിച്ചു എന്നാലും പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങുമ്പോ, നിങ്ങൾ എന്തെങ്കിലും ഒരു വീട് വെക്കുമ്പോ, ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞത്, നമ്മുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മാതാവിനെ കൊണ്ടേ നമ്മളത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാവൂ. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 സ്ഥാനം മാതാക്കൾക്ക് കൊടുത്തിട്ടാണ് 4ാം സ്ഥാനം പിതാവിന് കൊടുത്തിട്ടുള്ളത്. എല്ലാ പിതാക്കന്മാരും ക്ഷമിച്ചേക്കുക, ഞാനും ഒരു പിതാവാണ്. മാതാക്കൾക്ക് 3 സ്ഥാനം കൊടുത്തിട്ട് ഒരു സഹാബി വന്നിട്ട് ചോദിക്കാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഭൂലോകത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഉമ്മുക്, നിന്റെ ഉമ്മയെ. പിന്നെയും സഹാബി ചോദിച്ചു, പിന്നെ ആരെ? സുമ്മ, പിന്നാരെയാ ഞാൻ സ്നേഹിക്കേണ്ടത്? എന്താണ് ഉമ്മ കഴിഞ്ഞാൽ ആരെയാണ്? അപ്പോഴും പറഞ്ഞു ഉമ്മുക്. പിന്നെയും ചോദിച്ചു ആരെയാണ്? അപ്പോഴും പറഞ്ഞു ഉമ്മുക്. 3 വട്ടം ഉമ്മുക് എന്നാണ് ആവർത്തിച്ചു പറഞ്ഞത്. പിന്നെയും ചോദിച്ചു നിരാശയോടെ, പിന്നെ ആരെയാണ് എന്ന് ചോദിച്ചപ്പോ 4ാമത്തെ പ്രാവശ്യം പറഞ്ഞത് അബൂഖ്, നിന്റെ പിതാവിനെ എന്നാണ്. പിതാവിന് 4ാം സ്ഥാനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഇരിക്കുന്ന പുതിയ കുട്ടികൾക്ക്, പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കോളേജുകൾ ക്ലാസ് എടുക്കുമ്പോ, സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോ ചിലപ്പോൾ എത്തീസ്റ്റുകളായ അധ്യാപകർ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇതിന് ദൈവമുണ്ടോ, നിങ്ങൾക്ക് മൂല്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ, പെണ്ണുങ്ങൾക്ക് ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടോ? ഇപ്പത്തെ ചോദ്യം അതാണ്, ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കണം, ജെൻഡർ ഈക്വാലിറ്റി അല്ല, ഞങ്ങൾ സ്ത്രീകൾ ഒരുപാട് ഉയരങ്ങളിലാണ്, ആണുങ്ങളെക്കാൾ ഉയരങ്ങളിലാണ് ഇസ്ലാമിന്റെ വിധിപ്രകാരം എന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് സാധിക്കണം. മാതാവിനെ അത്ര വലിയ ആദരം ആദരിച്ച് 3 സ്ഥാനം കഴിഞ്ഞിട്ടേ സ്വന്തം പിതാവിന് പോലും സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. ഇനിയും ഞാൻ പെൺകുട്ടികളോടാ പറഞ്ഞത്, കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് നിങ്ങളോട് ചോദിക്കും, എവിടെ ജെൻഡർ ഈക്വാലിറ്റി? എന്താ ഈ ജെൻഡർ ഈക്വാലിറ്റി? ഞാൻ ഈ പുതിയ തലമുറയുടെ സംസാരിക്കുന്നത്. ഇപ്പൊ കോളേജിലും സ്കൂളിലൊക്കെ അതാ ചർച്ച. അതുകൊണ്ടാണ് എന്താ ജെൻഡർ ഈക്വാലിറ്റി? ഒരു പെണ്ണും ആണും ഒരേപോലെ ആകുന്നതിന്റെ പേരാണ് ജെൻഡർ ഈക്വാലിറ്റി. ഈ തോതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉയർന്നു പോവുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും അതിന്റെ റിസർച്ചൊക്കെ.
ഇനി കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ജെൻഡർ ഈക്വാലിറ്റിയിലേക്ക് ഈ പ്രവേശിച്ചു കഴിഞ്ഞാൽ 6 മാസം നമ്മൾ പെണ്ണുങ്ങളും 6 മാസം നമ്മൾ ആണുങ്ങളും ആയിരിക്കും. നിങ്ങൾ എന്തായി പറഞ്ഞതെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. നിങ്ങൾ എന്തായി പറഞ്ഞത്? നിങ്ങൾ നോക്കൂ, അതിന്റെ റിസർച്ചിലേക്ക് പോയിക്കോ. അഥവാ നമ്മുടെ കംപ്ലീറ്റ് ചേഞ്ചുകൾ വരുത്തി 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 നമുക്ക് 6 മാസം ആണും ആവാം, 6 മാസം പെണ്ണും ആവാം. അതിന്റെ റിസർച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഒരു വലിയ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വലിയ പ്രോഗ്രാമിൽ ദുബായിൽ പങ്കെടുത്തിരുന്നു. ഞാൻ എൻ്റെ മൂത്ത 2 മക്കളും. അത്ഭുതം തോന്നിപ്പോകും നമുക്കതിങ്ങനെ കണ്ടാൽ. കംപ്ലീറ്റ് സെല്ലുകളും ക്രോമസോമുകളൊക്കെ മാറ്റം വരുത്തി വരുത്തി അവസാനം എവിടെ എത്തി നിൽക്കുന്നു വെച്ചാൽ ഒരു ആണിന് പെണ്ണാകാം, പെണ്ണിന് ആണാകാം. ആ അവസ്ഥയിലേക്ക് ബയോളജിക്കൽ ഡിഫറൻസ് വരുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ചൈനക്കാര് കോഴിമുട്ട ഉണ്ടാക്കുന്നത് പോലെ കൃത്രിമമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതെന്തെന്ന് ഞാൻ അത്ര വിശദീകരിച്ചു പറയുന്നില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജെൻഡർ ഈക്വാലിറ്റി നമ്മൾ ആരെയും എതിർക്കാൻ വേണ്ടിയിട്ട് പറയല്ല. ഒരു പെണ്ണിനും ഒരാണിനും ഒരേപോലെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമം നടത്തരുത്. ഞാൻ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പറയും. കാരണം പെൺകുട്ടികൾ ഒരുപാട് ഉയരങ്ങളില്ല. നിങ്ങളറിയോ, വിശുദ്ധമാക്കപ്പെട്ട ദീൻ, നമ്മളെല്ലാവരും ഇരിക്കുന്നവരൊക്കെ വിശ്വാസികൾ. നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇസ്ലാമിൽ പെണ്ണും ആണും തുല്യമല്ലല്ലോ. പെണ്ണുങ്ങൾക്ക് 2 ആള് വേണ്ടേ സാക്ഷിക്ക്? ആണ് പോരെ? പെണ്ണുങ്ങള് 4 ആള് വേണമല്ലോ. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കടം കൊടുക്കുമ്പോൾ 2 ആണുങ്ങൾ സാക്ഷി നിൽക്കണം, അല്ലെങ്കിൽ 4 പെണ്ണുങ്ങൾ നിൽക്കണമെന്ന്. അത് വെച്ചിട്ട് വലിയ വലിയ എത്തീസ്റ്റുകളും മറ്റുള്ളവരും ചോദിക്കാറുണ്ട്. എന്താ ചോദിക്കാന്നറിയോ? ഞാൻ ആരെയും എതിർക്കാൻ വേണ്ടി പറയല്ല കേട്ടോ, പക്ഷെ ഒരു യുക്തി പറയാണ്. അവർ ചോദിക്കാറുണ്ട്, കണ്ടില്ലേ, കടം കൊടുക്കുന്ന സമയത്ത് സാക്ഷി നിൽക്കേണ്ടത് 2 ആണുങ്ങളാണ്, 4 പെണ്ണുങ്ങളാണ്, അവിടെ തന്നെ ഈക്വാലിറ്റി ഇല്ലല്ലോ എന്ന് പറയുന്നു. സാഹചര്യം നോക്കണ്ടേ നമ്മൾ? ഈ കടം കൊടുക്കുന്നതിന്റെ സാക്ഷിത്വം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഉപ്പാപ്പൊക്കെ ചെയ്തിരുന്ന ഒരു പരിപാടിയുണ്ട്. എൻ്റെ ഉപ്പാപ്പാന്റെ സദസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആളുകൾ വരും. ഈ കടം കൊടുക്കൽ ഇതൊക്കെയാണ് കൂടുതലുണ്ടാവുക. അതിൽ ഉപ്പാപ്പ എഴുന്നേറ്റ് എന്നിട്ട് പറയും, ഓൻ 15-ാം തീയതി തരും, ഓൻ തന്നില്ലാന്ന് ഞാനാണ് തരുന്നത്. അവരങ്കാക്കൊക്കെ ഓർമ്മ ഉണ്ടാവും എൻ്റെ പാപ്പാനെ, ഞങ്ങൾ പഴയ ബന്ധുക്കാരാണ്. ഓൻ 15-ാം തീയതി തരും, ഞാൻ തന്നില്ലെങ്കിൽ ഞാനാണ് തരും. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞൊരു വർത്താനാണ്. കാരണം കടം കൊടുക്കുക, സാക്ഷി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സാധിക്കൂലെങ്കിൽ പിന്നെ സാക്ഷികൾ കൊടുക്കേണ്ട അവസ്ഥയ്ക്ക് കാര്യങ്ങൾ പോവാണ്. അതിന്റെ നിയമവ്യവസ്ഥ അങ്ങനെയാണ്. കാരണം അതാണ് സാക്ഷി എഴുതണം, 2 ആളാക്കണം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ആണുങ്ങളാകുമ്പോ 2 പേരത് സാക്ഷി നിൽക്കട്ടെ. കാരണം എല്ലാ ഭാരവും 2 പേരിലേക്ക് വരട്ടെ. പെണ്ണാകുമ്പോൾ നിങ്ങൾ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കണേ. പെണ്ണാകുമ്പോ 4 ആളുകൾ ഷെയർ ചെയ്യട്ടെ. കാരണം ആണുങ്ങളെ പോലെ 2 ആൾക്കാർക്ക്, ആ പാവങ്ങൾക്ക് ഭാരം കൊടുക്കരുത്, അത് 4 ആൾക്കാർക്ക് ഭാരം കൊടുക്കുക എന്നാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പറയാം. ഒരാണിനെ പറ്റിയിട്ട് കുറ്റം പറയാം, ഒരാണിനെ പറ്റിയിട്ട് തെളിവ് പറയാണ്, ഓ മോശക്കാരനാണ്, ഞാൻ ഇന്നെ കണ്ടിട്ടുണ്ടെന്ന്. നിങ്ങൾ 1-2 പെണ്ണ് വന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും, ശരീഅത്തിൽ അങ്ങനെയാണ്. പക്ഷെ ഒരു പെണ്ണിനെ പറ്റി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരു പെണ്ണിനെ പറ്റി അവൾ മോശക്കാരിയാണ് എന്ന് 1 പറഞ്ഞാൽ സമ്മതിക്കൂല, 2 പറഞ്ഞാൽ സമ്മതിക്കൂല, 3 പറഞ്ഞാൽ സമ്മതിക്കൂല. 4 ആണുങ്ങൾ സാക്ഷി നിന്നാലേ ആ പെണ്ണ് മോശക്കാരിയാണെന്ന് വിധി എഴുതാൻ പറ്റൂ. അവിടെ 1 = 4 എന്നാണ്. അഥവാ ഒരു പെണ്ണിന് മാനഹാനി വരുമ്പോ, ഒരു പെണ്ണിന് പ്രയാസം വരുമ്പോ, ഒരു പെണ്ണിന് ബുദ്ധിമുട്ട് വരുമ്പോ 3 ആളുകൾ വന്നിട്ട് പറഞ്ഞു ദാ ഇവള് മോശക്കാരിയാണെന്ന് ഇല്ല, എന്നിട്ടും റസൂലുള്ളാഹി പറഞ്ഞു അത് അങ്ങനെ തന്നെ കാണണം. അതിന് ഹദീസിൽ ഒരു വാക്കും ഉപയോഗിച്ചു, കുട്ടികളും എല്ലാവരും ഉണ്ടായത് കൊണ്ട് ഞാൻ അതങ്ങനെ പ്രയോഗിക്കുന്നില്ല എന്ന് വെച്ചാൽ അത്രമാത്രം വ്യക്തമായി നിങ്ങൾ കണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ ഒരു പെണ്ണിനെ കുറിച്ചിട്ട് അപവാദം പറയാൻ പറ്റൂ എന്ന്. സബീഉൽ മുബീഖാത്ത് നിങ്ങൾ എടുത്തോ, 7 വൻദോഷങ്ങൾ, പൊറുക്കപ്പെടാത്ത 7 വൻദോഷങ്ങൾ. അതില് ഒന്നേതാന്നറിയോ നിങ്ങൾ? ഏറ്റവും ആദ്യത്തേത് ശിർക്കാണ്, പിന്നത്തേത് സിഹർ, ഖത്ല്, ഇങ്ങനെ പോവാൻ. ഒരാളെ കൊന്നാൽ നമുക്ക് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് തരില്ല എന്നാണ്. ഇനി നിങ്ങൾ കേട്ടോ, അതിൽ 7 എണ്ണത്തിൽ 1 പതിവ്രതകളായ പെണ്ണിനെ പറ്റി കുറ്റം പറയുക എന്ന്. എസ്പെഷ്യലി ഫോർ ഗേൾസ്. ആണുങ്ങളെന്ന് അവിടെ പറഞ്ഞില്ല. പതിവ്രതകളായ സ്ത്രീകളെ കുറിച്ചിട്ട് കുറ്റം പറയുക, മോശത്തരം പറയാ എന്ന് പറഞ്ഞാൽ അത് സബീഉൽ മുബീഖാത്ത്. ഞാൻ ഈ ആധുനിക തലമുറയിലെ കുട്ടികളോട് ഇപ്പൊ സംസാരിക്കുന്നത് ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഞാൻ രാഷ്ട്രീയപരമായി സംസാരിക്കല്ല, രാഷ്ട്രീയപരമായി പറയല്ല. എല്ലാ ആണുങ്ങളും നിങ്ങളെ പെണ്ണുങ്ങളെ പിടിച്ച് ആണാക്കാൻ ശ്രമിക്കുന്നു. അഥവാ ജെൻഡർ ഈക്വാലിറ്റിയുടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീൻസ് പാന്റ് ഇടണം, ടീഷർട്ട് ഇടണം, ആണുങ്ങളെ പോലെ പെണ്ണാകണം എന്നാണ്. എന്നാൽ നേരെ തിരിച്ചൊന്നായിക്കൂടെ? എല്ലാ ആണുങ്ങൾക്കും ചുരിദാർ ഇട്ടൂടെ? അതിടൂല.
അപ്പൊ ആധിപത്യം എവിടെയാണ്? ആധിപത്യം എവിടെയാണ്? ആണുങ്ങൾ അധിപന്മാരായി മാറുക. ഞാനിവിടെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരെ കണ്ടാൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏറ്റവും കൂടുതൽ വാദിക്കുന്ന രാജ്യമുണ്ട് അമേരിക്ക. ആണും പെണ്ണും ഒന്നാകണമെന്ന് വാദിക്കുന്നു. ഇസ്ലാമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനെതിരെയല്ലേ എല്ലാവരും കൂടി വരുന്നത്. പക്ഷേ ആ ഒരു രീതിയിൽ അത്ര ഉന്നതി വേണമെന്ന് പറയുന്നു. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ അമേരിക്കയിൽ എത്രയോ പ്രസിഡന്റുമാർ വന്നു, പ്രസിഡന്റുമാർ ഇന്നേ വരെ ഒരു പെണ്ണിനെയും അവർ പ്രസിഡന്റ് ആക്കിയിട്ടില്ല. ഒരു പെണ്ണിനെയും പ്രസിഡന്റ് ആക്കിയിട്ടില്ല. എവിടെ? പിന്നെ കേരളത്തിൽ ചിലർ പറഞ്ഞ് ഈക്വാലിറ്റി വേണമെന്ന്. ഞാൻ രാഷ്ട്രീയം പറയല്ല. ഇന്നേ വരെ ഒരു പെണ്ണിനെയും കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല. ആവാൻ പറ്റുന്നവരൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നു, ആകാൻ പറ്റുന്നവരൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിലെ പോലീസുകാരുടെ ലാത്തിക്കെങ്ങാനും ഗർഭം ചരിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ, ലാത്തി കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിക്കുമായിരുന്നേനെ എന്ന് പറഞ്ഞ ഗൗരിയമ്മയെ പോലും CH-നെ 10-15 ദിവസത്തേക്ക് മുഖ്യമന്ത്രിയാക്കിയ പോലെ മാസങ്ങൾക്ക് പോലും മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല. ഞാൻ രാഷ്ട്രീയം പറയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആരാണ് ഈക്വാലിറ്റിയെ കുറിച്ച് പറയുന്നത്? അവരാരും ഈക്വലൈസ് ചെയ്തിട്ടില്ല. ഞാൻ ഇസ്ലാമിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയല്ല. പക്ഷെ എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് നമ്മുടെ തലയിലേക്ക് ഇടരുത്. ഞാൻ പുതിയ കുട്ടികളോട് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ഇസ്ലാമിന്റെ തലയിലേക്ക് ഇടുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഒരുപാട് സയന്റിസ്റ്റുകളെ സ്കൂളിൽ പഠിച്ചില്ലേ? ആദ്യത്തെ 10 പേരിൽ എവിടെയോ കിടക്കുന്ന ഒരു മേരി ക്യൂറി ഇല്ലാതെ ഉണ്ട് എന്നതല്ലാതെ ആദ്യത്തെ 10 പേരിൽ നിങ്ങൾ ഒരു പെണ്ണിനെ പഠിച്ചോ? എത്ര പെണ്ണുങ്ങൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ സയന്റിസ്റ്റുകൾ പോലും അധിപന്മാരായി മാറിയിരിക്കുന്നു. ആണുങ്ങളുടെ ആധിപത്യമുണ്ട് എന്നതാണ്. ഒരുപാട് എഴുത്തുകാരെ നിങ്ങൾ പഠിച്ചില്ലേ? ആ എഴുത്തുകാര് നിങ്ങൾ വില്യം ഷേക്സ്പിയർ മുതൽ വില്യം വേർഡ്സ്വർത്ത് മുതൽ കീറ്റ്സ് മുതൽ ഷെല്ലി മുതൽ ഗത്തെ മുതൽ ഇങ്ങോട്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോട് ഒരു ജ്യേഷ്ഠ സഹോദരന്റെ ഉപദേശമല്ല, ഒരു നിർദ്ദേശം പോലെ പറഞ്ഞുകൊള്ളട്ടെ. ആദ്യം നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ കാത്തു സൂക്ഷിക്കാൻ പറ്റണം. നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആദ്യം നമ്മുടെ മനസ്സിന് തന്നെ ഒരു ഉത്തരം കൊടുക്കാൻ പറ്റണം. അങ്ങനെ യശസ്സായി നിങ്ങൾ നടക്കണം. നമ്മൾ ക്യാമ്പസിൽ പോകുമ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയം, കുടുംബത്തിൽ പോലും നമ്മുടെ കുടുംബത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാകും. വ്യത്യസ്ത മത രീതിയിൽ ജീവിക്കുന്ന, വ്യത്യസ്ത മതം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന വ്യത്യസ്ത സംഘടനയിലുണ്ടാകും. പേരെടുത്ത് പറയുന്നില്ല, സംഘടനകൾ, വ്യത്യസ്ത സമാന്തര വിഭാഗങ്ങളായി പോകുന്ന ആൾക്കാർ. അതൊന്നും കുടുംബത്തിലേക്ക് നമ്മൾ കൊണ്ടുവരരുത്. കുടുംബത്തിൽ എപ്പോഴും ഒരു ഐക്യം കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊള്ളട്ടെ, ആദ്യമായി നമുക്കുണ്ടാകേണ്ടത് ഈ കാലഘട്ടം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് നമ്മൾ തന്നെ ആൻസർ കണ്ടെത്തണം. നമ്മുടെ ഓരോ കുട്ടികളും കണ്ടെത്തണം. ഈ കൊണ്ടുപോകുന്നത് എങ്ങട്ടാണെന്നറിയോ? ഇങ്ങനെ ഒരുപാട് ജെൻഡർ ഈക്വാലിറ്റി മറ്റതൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്നത് മറ്റൊരു മായാലോകത്തിലേക്കാണ്. ഇത് 100 വർഷം മുമ്പേ യൂറോപ്പിലൊക്കെ നടന്നതിന്റെ അതേ ചർവിത ചർവണമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എത്തീസ്റ്റുകളുടെ ലോകങ്ങളും മറ്റുമൊക്കെ. ഞാൻ അതിനെ മാത്രം പറയല്ല, അത് അങ്ങനത്തെ ഒരു ക്ലാസ്സും അല്ല. എന്നാലും ആധുനിക കുട്ടികളോട് പറഞ്ഞോട്ടെ. കാരണം നമ്മളിപ്പോ, നിങ്ങൾ പഠിക്ക്, നമ്മൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ വലിയ കല്യാണത്തിനോ വിരുന്നിനൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊരു ജാള്യതയാണെന്നറിയോ? അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല. അവര് മക്കളെ കൊണ്ടുവരും, എന്നിട്ട് പറയും എന്തെന്നറിയോ? ഇതെന്റെ ആദ്യത്തെ കാമുകിയിലുള്ള മോനാണ്, ഇതെന്റെ രണ്ടാമത്തെ കാമുകിയിലുള്ള മോളാണ്, പിന്നെ അതിന്റെ ഓൺ വൈഫിലുള്ള മോനാണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാമുകിയിലുള്ള മക്കള്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് അവിടെ ഒരു പ്രശ്നമേ അല്ല. കാലങ്ങളിലൂടെ അങ്ങനെ ആയി മാറിയതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം പറഞ്ഞില്ല. മെസ്സി കല്യാണം കഴിക്കുമ്പോൾ മെസ്സിക്ക്, ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ, മെസ്സിക്ക് 2 മക്കളുണ്ട്. മെസ്സിക്ക് കാമുകിയിൽ 2 മക്കളുണ്ടായിട്ട് അതേ കാമുകിയെ തന്നെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ 3ാമത്തെ കുട്ടി ജനിക്കുമ്പോഴാണ് കല്യാണം ഉണ്ടായിട്ടുള്ളൂ. ഇത് അവിടെ ഒരു സർവ്വസാധാരണമാണ്. ഈ ഒരു രീതിയിലാണ്. ഞാൻ മെസ്സിയെ കുറ്റപ്പെടുത്തല്ലേ. മെസ്സി ഭയങ്കര കുട്ടികളെ സ്നേഹിക്കുന്ന ആളാണ്. അവനവന്റെ മക്കളെ, അത് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ഞാൻ അത് കുറ്റപ്പെടുത്തി പോയി എന്നുള്ള വിചാരിക്കരുത്. ഞാൻ കളിക്കാരെയും കുറ്റപ്പെടുത്താറില്ല. ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു. യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു സർവ്വസാധാരണമാണ്. അതേ രീതിയിൽ നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്നു. പക്ഷെ യൂറോപ്പിൽ അതെല്ലാം എടുത്തു മാറ്റപ്പെട്ടിരിക്കും. ഞാൻ പോയ കഥകൾ പറയല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 53 രാജ്യങ്ങൾ ഇതുവരേക്ക്, ലാസ്റ്റ് പോയത് ബ്രൂണയിലാണ്. 53 രാജ്യങ്ങൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അതിൽ ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ, പല രാജ്യങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്. അഥവാ ഫ്രാൻസിലും ബെൽജിയത്തിലും നെതർലാൻഡ്സിലും സ്വിറ്റ്സർലാൻഡ്സിലും ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലിechtenstein, അപ്പുറത്തേക്ക് നമ്മുടെ ഇറ്റലിയുടെ മറ്റേ വത്തിക്കാൻ, അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ പിന്നെ ഓസ്ട്രിയ, ഇവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അവിടേക്ക് ഈ കാര്യമായിട്ടും ഈ ഒരു സംസ്കാരം നമുക്ക് കാണാൻ പറ്റും.
ഇതൊക്കെയാണ് കോളേജിലും സ്കൂളുകളിലും നടക്കുന്നത്. കോളേജിൽ പോയാൽ, സ്കൂളിൽ പോയാൽ സോഷ്യലൈസേഷന്റെ ഭാഗം പറഞ്ഞ് എന്താണ് അതിർവരമ്പുകൾ, എന്താണ് അതിർവരമ്പ് ലംഘനം എന്ന് പോലും നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. ഞാൻ ഉപദേശ പ്രസംഗം നടത്താൻ വേണ്ടി വന്നതല്ല. മൂല്യത്തോടു കൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വർഗീയമായിട്ട് ജീവിക്കുക എന്നല്ല. ഒരു കുട്ടിയും വർഗീയവാദിയാകരുത്. വർഗീയപരമായി ഒന്നിലേക്കും നമ്മൾ പോകരുത്. ആവർത്തിച്ചു പറയുന്നു. ഇവിടെ ചിലപ്പോ വ്യത്യസ്ത രാഷ്ട്രീയക്കാരും വ്യത്യസ്ത ആളുകളൊക്കെ വർഗീയപരമായി ചിന്തിക്കുന്നവരുണ്ടാകാം. ഇന്ന രാഷ്ട്രീയമെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ത്യയിലെ ഓരോ ടൗണിന്റെയും പേര് മാറ്റാൻ വ്യഗ്രതപ്പെടുന്നവരുണ്ടാകാം. ഒരുപാട് എണ്ണത്തിൻ്റെത് മാറ്റി. ഇനിതാ ഹൈദരാബാദിൻ്റെത് മാറ്റാൻ പോകുന്നു. തുഗ്ലക്കാബാദ്, ഫിറോസാബാദ്, ഔറംഗാബാദ്, എല്ലാറ്റിൻ്റെയും മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അത് ലൈവ് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റാം. ഇപ്പൊ കിട്ടൂല മോനെ, ഇത് മതി. ഞാൻ എൻ്റെതൊന്നും യൂട്യൂബ് ഇടാറില്ല. ഞാൻ ഇതേവരെ യൂട്യൂബ് 1000 രൂപ പോലും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് അവരിടാണെങ്കിൽ ഇട്ടോട്ടെ, അവർക്കായിരിക്കും അതിൻ്റെ നന്മ. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത രാഷ്ട്രീയക്കാർ വർഗീയപരമായി ചിന്തിപ്പിക്കും. ആ വർഗീയതയിലേക്ക് ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലും ഒരു മതസംഘടനയുടെ പേരിലും ഈ പാറമ്മൽ കുടുംബത്തിലെ ഒരു കുട്ടി പോലും അടുക്കരുത്. വിശാലമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. നമുക്കും വളരാം നമ്മുടെ മക്കളോടൊപ്പം.